ഹായ്, നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ്. മണ്ണാറശാല അമ്പലത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുമാണ് പോകുന്നത്. നമ്മൾ രാവിലെ ഒരു 5-5:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് പോകുന്നത്. പോണ വഴിക്ക് അടിപൊളി ഒരു സൺറൈസ് കണ്ടു. ഇത്രയും ഭംഗിയായിട്ട് സൂര്യൻ ഉദിക്കുന്നതിനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ സമയത്തൊന്നും സാധാരണ എണീക്കാറില്ല. അപ്പോൾ ഇന്നാണ് എനിക്കൊരു സൺറൈസ് ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമായിരുന്നു പോകുന്ന വഴിയിൽ. ആകാശം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ. അടിപൊളിയായിരുന്നു. നമ്മളൊരു 5:30 ഇറങ്ങിയിട്ട് ആരൂർ ആ ഭാഗത്ത് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നതല്ലാതെ അപ്പുറത്തോട്ട് തീരെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 7:30-8 ഒക്കെ ആകുമ്പോൾ തന്നെ അവിടെ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. അപ്പോൾ ഇനി അവിടെ എങ്ങനെയാണ് തിരക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. കുഞ്ഞു മോനൊക്കെ ഉള്ള കാരണം ഞങ്ങൾ കഴിച്ചിട്ടാണ് പോയത്. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് പോകുമ്പോൾ അമ്പലം എത്താറായി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കാറിലൊക്കെ പോയി കഴിഞ്ഞാലും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. കാറ് പാർക്ക് ചെയ്യാനും അത്യാവശ്യം സ്ഥലമുണ്ട് അവിടെ. കാർ പാർക്കിങ്ങിന് അത്യാവശ്യം കൂടുതൽ സ്ഥലമുണ്ട് അവിടെ. അമ്പലത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് പാർക്കിങ്ങിന് അത്യാവശ്യം കൂടുതൽ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ ആയാലും നല്ല വഴികളാണ്. ആരൂര ഭാഗത്ത് വർക്ക് നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ വഴികളെല്ലാം നല്ല വഴി തന്നെയായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞങ്ങളവിടെ 100 പാലും വഴിപാടൊക്കെ കഴിപ്പിച്ചായിരുന്നു. പാർക്കിങ്ങിന് അത്യാവശ്യം സ്ഥലമുണ്ട്. ആ സൈഡിൽ തന്നെ കുറച്ച് ഈ ടോയ്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും ഉണ്ട്. 100 പാലും കഴിപ്പിച്ചതിന് എത്രയായിരുന്നു? 300 rupees ആയിരുന്നു പെർ പേഴ്സൺ. അപ്പം അതിൻ്റെ പ്രസാദം നമ്മൾ അഡ്രസ്സ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിലോട്ട് അയച്ചു തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു. ഇതാണ് മണ്ണാറശാല അമ്പലത്തിൻ്റെ ഉൾഭാഗം, അതായത് നമ്മൾ കടന്നു വരുന്ന ഭാഗം. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വരണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കുറേ സ്ഥലമുണ്ട് കേട്ടോ. നല്ല രസമാണ്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ്. ഇതാണ് നമുക്കിവിടെ വഴിപാടിനുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നത് അവിടെയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ആ കാവ്, അമ്മ ഇരിക്കുന്ന ഭാഗത്തേക്കുള്ള കാവും കാര്യങ്ങളൊക്കെയാണ്. കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ചൂടും വെയിലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഫുള്ള് മരങ്ങളായതുകൊണ്ട് തന്നെ നല്ല രസമാണ് നടന്നു പോകാൻ. ഇതവിടെ കണ്ട ഒരു അട്ടയാണ് കേട്ടോ. വലിയൊരു പാമ്പിൻ്റെ അത്രയുണ്ട് അങ്ങനെ ഇത് പോകുന്നത്. ഇനി അപ്പോൾ അവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലായാലും അത് ഇന്ന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു.